നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം എന്നൊക്കെ പറയും. ഒപ്റ്റിമം മീൻസ് മാക്സിമം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് സന്തുലിതാവസ്ഥ, ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയും. അപ്പോൾ ഒരു ഉപഭോക്താവിന് എന്തുണ്ടാകും? ഒരു ബാലൻസ്. അല്ലെങ്കിൽ ഉപഭോക്താവിന് മാത്രമല്ല ഏതൊരു വസ്തുവിനും എന്ത് ആ ബാലൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ബെഞ്ചോ ഡെസ്കോ എടുത്താലും അതിനൊരു ബാലൻസ് ഉണ്ട്. അതിൽ ഒരു കാല് നഷ്ടപ്പെട്ടാൽ എന്താ, അല്ലെങ്കിൽ തട്ടിക്കളഞ്ഞാൽ എന്താ, അത് ചരിഞ്ഞ് വീഴും. അപ്പോൾ അതിന്റെ ബാലൻസ് നഷ്ടപ്പെടും. അതാണ് ആ ഇക്വിലിബ്രിയം. ബാലൻസിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ഒരു ഉപഭോക്താവ് എപ്പോഴാണ് സന്തുലിതാവസ്ഥയിലാണ് എന്നതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉപഭോക്താവ് ഏത് സാഹചര്യത്തിലാണ് സന്തുലിതാവസ്ഥയിലാണ്? അപ്പോ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ലൈനിന്റെയും ഇൻഡിഫറൻസ് കർവിന്റെയും സഹായത്താലാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. നമ്മൾക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക, നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് പരമാവധി സംതൃപ്തി കിട്ടുക എന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? നമ്മുടെ വരുമാനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരമാവധി സംതൃപ്തി നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒരു കടയിൽ പോയി നമ്മളൊരു ഡ്രസ്സ് വാങ്ങും, ഷർട്ടോ ചുരിദാറോ എന്തോ ആയിക്കോട്ടെ, വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പണത്തിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ടായിരിക്കും ഞാൻ എടുക്കുക. അല്ലെങ്കിൽ കണ്ണുടച്ചുകൊണ്ട് ഏതെങ്കിലും എടുത്തുകൊണ്ടാണോ വരുന്നത്? അല്ല, നിങ്ങൾ ചുരിദാർ മേടിക്കാൻ കടയിൽ പോകും. അവിടെ പോകുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് എണ്ണം കിടപ്പുണ്ട്. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട് അല്ലെങ്കിൽ 2000 രൂപയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തപ്പോൾ 2500 രൂപ വാങ്ങാൻ പറ്റും? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ആ 2000 രൂപയ്ക്ക് അകത്തുള്ള ഏറ്റവും മികച്ചത് നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇതാണെന്ത് ആ ഉപഭോക്താവിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൈവശമുള്ള വരുമാനത്തിൽ നിന്നും പരമാവധി സംതൃപ്തി നേടിയെടുക്കുക ആണ് ഒരു ഉപഭോക്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വരുമാന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഉപഭോക്താവ് എന്ത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുകയാണ് എങ്കിൽ അദ്ദേഹം എന്തിലായി എന്ന് പറയാം? സന്തുലിതാവസ്ഥയിലായി എന്ന് പറയാം. ഇപ്പൊ ചില അവസരങ്ങളിൽ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നു, 2-3 ദിവസം യൂസ് ചെയ്തു. അപ്പൊ നമ്മൾ പറയാം എന്താണ്? അയ്യോ, എന്റെ പൈസ പോയി എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? ആ സാധനത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു അല്ലേ? ആ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായോ? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഇല്ല. ചില സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ട് പറയും നമ്മുടെ കൊടുത്ത പൈസ മുതലായി എന്ന് പറയും. നിങ്ങളെ വീട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ മേടിച്ച സാധനത്തിൽ നിന്ന് നമുക്ക് മാക്സിമം എന്ത് ലഭിച്ചു? സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? അതുപോലെ തന്റെ വരുമാന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി കിട്ടുകയാണ് എങ്കിൽ അയാൾ സന്തുലിതാവസ്ഥ. അത് പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ. ഇപ്പോൾ പാവപ്പെട്ട ഒരാളാണെങ്കിൽ ഇപ്പൊ 100 രൂപയെ കയ്യിലുള്ളൂ. ആ 100 രൂപയ്ക്ക് അയാൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മേടിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അയാൾക്ക് പരമാവധി സംതൃപ്തി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഹീസ് ഇൻ ഇക്വിലിബ്രിയം. അദ്ദേഹം എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്, സന്തുലിതാവസ്ഥയിലാണ് എന്ന് പറയാം അല്ലേ? അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഡിസിക്വിലിബ്രിയം എന്ന് പറയും. ആ അവസ്ഥയാണ് അസന്തുലിതാവസ്ഥ എന്ന് പറയും, ഡിസിക്വിലിബ്രിയം എന്ന് പറയും. ക്ലിയർ ആവുമല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്? ഹൗ ക്യാൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ? എങ്ങനെ നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും? അത് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഗ്രാഫിന്റെ സഹായത്താലാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ 2 ഇൻസ്ട്രുമെന്റ്സ്. 2 ഉപകരണങ്ങളുടെ സഹായത്താൽ നമുക്ക് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കാൻ കഴിയും. 2 ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ 2 കോൺസെപ്റ്റ്, 2 ആശയങ്ങളുടെ സഹായത്താൽ നമുക്ക് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കാൻ കഴിയും. അത് ഒന്ന് എന്ന് പറയുന്നത് അവിടെ വരച്ചിട്ടുണ്ട്. BL എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലോ. ഇതെന്താണ്? ബഡ്ജറ്റ് ലൈൻ. അപ്പൊ ഒന്ന് ബഡ്ജറ്റ് ലൈനിന്റെയും മറ്റൊന്ന് ഇൻഡിഫറൻസ് കർവിന്റെയും സഹായത്താൽ. ഇതിന്റെ സഹായത്താലാണ് നിസ്സംഗതാവക്രത്തിന്റെയും സഹായത്താൽ നമുക്ക് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കാൻ കഴിയും. അപ്പോ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം can be determined by 2 instruments. They are budget line and indifference curve. അതായത് നിസ്സംഗതാവക്രത്തിന്റെയും ബഡ്ജറ്റ് ലൈനിന്റെയും സഹായത്താൽ നമുക്ക് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. അപ്പോൾ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്ന ആരൊക്കെ ചേർന്നാണ്?
ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ചേർന്ന്. ഇനി നമുക്ക് ഗ്രാഫിലേക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. BL എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഗ്രാഫ് വ്യക്തമാണല്ലോ. BL എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ലൈൻ. അതുപോലെ 3 ഇൻഡിഫറൻസ് കർവുകളും ഞാൻ വരച്ചിട്ടുണ്ട് ബോർഡിൽ. IC1, IC2, IC3. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞു. ഏതാണ്ട് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിൽ ഏതാണ്? IC1 ൽ നിന്നാണോ, IC2 ൽ നിന്നാണോ, IC3 ൽ നിന്നാണോ? IC3 ൽ നിന്നാണ്. കാരണം അവിടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന നിസ്സംഗതാവക്രം ഉയർന്ന സംതൃപ്തി നൽകുന്നു. ലോവർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അല്ലേ? അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഏതിൽ നിന്നാണ്? IC3 ൽ നിന്നാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? IC1 ൽ നിന്നാണ്. ആണല്ലോ, സംശയമില്ലല്ലോ. അപ്പോ നിങ്ങൾ ഏത് ഇൻഡിഫറൻസ് കർവിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായിരിക്കും ആഗ്രഹിക്കുക? നിസ്സംശയം പറയാം IC3, അല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ IC3 ൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക. പക്ഷേ ഈ ഗ്രാഫ് അനുസരിച്ച് IC3 ൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അത്രയും സാറ്റിസ്ഫാക്ഷൻ ഇവിടെ നമുക്ക് കിട്ടുകയില്ല. ഈ IC3 എന്ന ഇൻഡിഫറൻസ് കർവ് അവൈലബിൾ അല്ല ഒരു കൺസ്യൂമറെ സംബന്ധിച്ച്. കാരണം എന്താണ് കാരണം? ഇത് BL എന്ന ബഡ്ജറ്റ് ലൈനിന്റെ പരിധിക്ക് പുറത്താണ് എന്നതാണ് അതിന്റെ കാരണം. കണ്ടോ, BL എന്ന ബഡ്ജറ്റ് ലൈനിന് വെളിയിലാണ് IC3 എന്ന് പറഞ്ഞാൽ വരുമാനം BL ഈ ലിമിറ്റ് വരെയേ ഉള്ളൂ. ഇതിനപ്പുറത്ത് വാങ്ങാൻ പറ്റും. 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 150 രൂപയുടെ സാധനം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ. എന്തുകൊണ്ട് പറ്റില്ല? വരുമാനം 100 രൂപയേ ഉള്ളൂ. അപ്പോ 150 രൂപയുടെ സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, വാങ്ങാൻ പറ്റുമോ? അവിടെ പറ്റില്ല. അതിന്റെ അർത്ഥം IC3 ഇവിടെ നമുക്ക് പ്രാപ്യമല്ല എന്നാണ് അതിന്റെ ക്ലിയർ ആവില്ലേ? IC3 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ഉപഭോക്താവിനെ സംബന്ധിച്ച് അവൈലബിൾ അല്ല. കാരണം ഇതെന്ന് പറയുന്ന ബിയോണ്ട് ബഡ്ജറ്റ് ലൈൻ, ബഡ്ജറ്റ് ലൈനിന്റെ വെളിയിലാണ്, അപ്പുറത്താണ്, ബഡ്ജറ്റ് ലൈനിന്റെ പുറത്താണ്. അപ്പൊ IC3യുടെ കേസ് മാറ്റി വെക്കുക. അപ്പൊ IC3 വാങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായല്ലോ. ഇനിയുള്ളത് ഏതൊക്കെയാണ്? IC2, IC1. ഇനിയുള്ളതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഏതിൽ നിന്നാണ്? IC2 ൽ നിന്നാണ്, അല്ലേ? IC1നേക്കാൾ സാറ്റിസ്ഫാക്ഷൻ ഏതിൽ നിന്ന് കിട്ടും? IC2 ൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ IC1ഉം IC2ഉം കമ്പയർ ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ IC2 ൽ നിന്നാണ് കിട്ടുന്നത്. ഇനി അത് വാങ്ങാൻ പറ്റുമോ? ഒരു ഉപഭോക്താവിന് അവൈലബിൾ ആണോ എന്ന് നോക്കണ്ടേ, വരുമാനം കൂടി നോക്കണ്ടേ. ഇവിടെ ബഡ്ജറ്റ് ലൈനും IC2ഉം തമ്മിൽ ഒരു ബന്ധം ഇവിടെ ഉണ്ട്. കാരണം IC2 എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ, IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാവക്രം, BL എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത് കണ്ടില്ലേ? ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? E എന്ന പോയിന്റിൽ ടച്ച് ചെയ്തിരിക്കുന്നു. സംശയമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. അതായത് BL എന്ന ബഡ്ജറ്റ് ലൈനെ IC2 എന്ന ഇൻഡിഫറൻസ് കർവ് E എന്ന പോയിന്റിൽ ടച്ച് ചെയ്ത് പോകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്റെ വരുമാന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങാൻ പറ്റും, സാധനം വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ IC2 എന്ന ഇൻഡിഫറൻസ് കർവിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. കാരണം BL എന്ന ബഡ്ജറ്റ് ലൈനും IC2 എന്ന ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ആണ്, സ്പർശിച്ചു പോകുന്നു. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക, ടാൻജന്റ് ആയിട്ട് കടന്നു പോകും. ഏത് പോയിന്റില്? E എന്ന പോയിന്റ്. എന്ന് വെച്ചാൽ 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പരമാവധി സംതൃപ്തി നേടിയെടുക്കാൻ കഴിയും. 100 രൂപയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലാവുമല്ലോ. അപ്പോൾ IC2ഉം BL എന്ന ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്ന കണ്ടില്ലേ? ഏത് പോയിന്റിലാണ്? E എന്ന പോയിന്റിൽ ടച്ച്. അപ്പോൾ ഈ ടാൻജൻസി പോയിന്റ് ആണ് E. അപ്പോൾ E എന്തെന്ന് വിളിക്കാം? ടാൻജൻസി പോയിന്റ്, സ്പർശിച്ച് കടന്നു പോകുന്ന ബിന്ദു. ആരൊക്കെയാണ് സ്പർശിച്ച് കടന്നു പോകുന്ന? BL എന്ന ബഡ്ജറ്റ് ലൈനും IC2 എന്ന ഇൻഡിഫറൻസ് കർവ്. ഇനി IC1 ഉണ്ട്. IC1 ബഡ്ജറ്റ് ലൈൻ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വാങ്ങാൻ പറ്റും, വരുമാന പരിധിക്കുള്ളിൽ തന്നെയാണ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? കാരണം അത് ബഡ്ജറ്റ് ലൈൻ അകത്താണ്. അപ്പോ അതിവിടെ ഒരു സംശയം തോന്നുന്നു. ഇവിടെ P എന്നും Q എന്നും പറയുന്ന 2 പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനത് മാർക്ക് ചെയ്തത്. അപ്പോൾ P, E, Q ഇതിന് മൂന്നിനും കോമൺ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഗ്രാഫ് നോക്കി. P, E, Q എന്താണ് അതിന്റെ പ്രത്യേകത? ഈ 3 പോയിന്റും BL എന്ന ബഡ്ജറ്റ് ലൈനിലാണ്, അല്ലേ? P, E, Q
BL എന്ന ബഡ്ജറ്റ് ലൈൻ എന്ന് വെച്ചാൽ വരുമാന പരിധിക്കുള്ളിലാണ്, വാങ്ങാൻ പറ്റും. എന്നാൽ ഈ എന്ന ബഡ്ജറ്റ് ലൈൻ ഈ എന്ന പോയിന്റ് ബഡ്ജറ്റ് ലൈനിലാണെങ്കിൽ കൂടിയും അത് IC2ലാണ് അല്ലേ, IC2ലാണ്. എന്നാൽ പിയും ക്യൂവും ബഡ്ജറ്റ് ലൈനിലാണെങ്കിൽ കൂടി പക്ഷേ അത് ഏതിലാണ്, IC1ലാണ്. നോക്കി, പി ബഡ്ജറ്റ് ലൈനിലുമാണ്, IC1ലുമാണ്. ക്യൂ ബഡ്ജറ്റ് ലൈനിലുമാണ്, IC1ലുമാണ്. എന്നാൽ ഈ എന്താണ്, ബഡ്ജറ്റ് ലൈനിലാണ് പക്ഷേ അത് IC2ലാണ്. എന്ന് പറഞ്ഞാൽ പിയും ക്യൂവും കൺസ്യൂമറിന് അവൈലബിൾ ആണെങ്കിലും ഈ അപേക്ഷിച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. പിയും ക്യൂവും കൺസ്യൂമറിന് പ്രാപ്യമാണ്, പക്ഷേ ഇയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അതിൽ നിന്ന് ആ പിയേക്കാളും ക്യൂയേക്കാളും സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്ന ഏതിൽ നിന്നായിരിക്കും, ഇ എന്ന പോയിന്റിൽ നിന്നായിരിക്കും. ഇ എന്ന പോയിന്റ്, കാരണം അത് കിടക്കുന്ന ഏതിലാണ്, IC2ലാണ്. പക്ഷേ പിയും ക്യൂവും IC1ലാണ്. അപ്പൊ അതിനർത്ഥം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക ഏതിൽ നിന്നാണ്, IC2ൽ നിന്നാണ്. അല്ലെങ്കിൽ ഇ എന്ന പോയിന്റിൽ നിന്നാണ് പിയേക്കാളും ക്യൂയേക്കാളും സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. കാരണം അത് കിടക്കുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവായ IC2 ആണ്. IC3 ആണ് ഹയർ ഇൻഡിഫറൻസ്, പക്ഷെ അത് നമുക്ക് പ്രാപ്യമല്ല, അതുകൊണ്ട് നമ്മൾ മാറ്റിവെച്ചു. നിലവിലുള്ളതിൽ ഏറ്റവും ഉയർന്ന നിസ്സംഗതാവക്രം IC2 ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ, അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ എന്ന പോയിന്റ് ആണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. അല്ലെങ്കിൽ ഈ എന്ന പോയിന്റ് നമുക്ക് എന്തെന്ന് വിളിക്കാം, സന്തുലിത ബിന്ദു, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കാം. ഈ നമുക്ക് ഒരു പോയിന്റ് അല്ലേ കിട്ടിയത്, അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കാം, സന്തുലിത ബിന്ദു അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് ആണ് ഇവിടെ ഇ എന്ന് പറയുന്നത്. പിയും ക്യൂവും അല്ല, കാരണം അത് ഇയെ പോലെ ബഡ്ജറ്റ് ലൈനിലാണെങ്കിലും പിയും ക്യൂ എവിടെയായി പോയി, IC1ലായി പോയി. കാരണം സാറ്റിസ്ഫാക്ഷൻ കുറവ്. പക്ഷെ നമുക്ക് ആഗ്രഹിക്കുക സാറ്റിസ്ഫാക്ഷൻ കൂടാനല്ലേ, അതുകൊണ്ട് നമ്മൾ ഇ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാൻ പറ്റും. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥയെ കുറിച്ച് ഇങ്ങനെ പറയാം, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് ഈസ് ദ ടാൻജൻസി പോയിന്റ് അല്ലേ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് ആൾവേസ് ബി ദ ടാൻജൻസി പോയിന്റ്. ഉപഭോക്താവിന്റെ സന്തുലിത ബിന്ദു എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്താണ്, ഒരു ടാൻജൻസി പോയിന്റ് ആയിരിക്കും, സ്പർശിച്ച് കടന്നു പോകുന്ന ബിന്ദുവായിരിക്കും. ബിറ്റ്വീൻ ആരൊക്കെ തമ്മില്, ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ്. ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും തമ്മിൽ ടച്ച് ചെയ്തു പോകുന്ന, ടാൻജന്റ് ആയി പോകുന്ന ഒരു പോയിന്റ് ആയിരിക്കും കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നി, പിയും ക്യൂവും ടാൻജൻസി പോയിന്റ് അല്ലേ? അല്ല. പിയും ക്യൂവും എന്താണ്, ഇയെ പോലെ ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്ന പോയിന്റ് അല്ല. പിയും ക്യൂവും ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ്. ഇൻഡിഫറൻസ് കർവും IC1ഉം BL എന്ന ബഡ്ജറ്റ് ലൈനും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. ഈ എന്താണ്, ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ക്രോസ് ചെയ്ത് പോകുന്ന പോയിന്റ് അല്ലേ. പിയും ക്യൂവും ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ഈ ടാൻജൻസി പോയിന്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് BL എന്ന ബഡ്ജറ്റ് ലൈനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തങ്ങ് വരച്ചാൽ മതിയാകും. മനസ്സിലായില്ലേ? അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വിലിബ്രിയം പോയിന്റ് കിട്ടും. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, equilibrium point is the tangency point between consumers equilibrium point is the tangency point between budget line BL and indifference curve IC2. മനസ്സിലാവുമല്ലോ? ഇതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്ക്, ഈ സന്തുലിതാവസ്ഥയിൽ അവർ വാങ്ങുന്ന ഗുഡ് 1ന്റെ അളവ് OX1 ഉം ഗുഡ് 2ന്റെ അളവ് OX2 ആണ്. ഇതാണ് ഈ OX1 ഗുഡ് 1 ഉം OX2 ഗുഡ് 2 ഉം വാങ്ങുമ്പോഴാണ് ഒരു ഉപഭോക്താവിന് എന്ത് കിട്ടുക, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഗുഡ് 1 OX1 ഉം ഗുഡ് 2 OX2 ഉം വാങ്ങുമ്പോൾ ആ അളവിൽ വാങ്ങിയാൽ അത് വരുമാന പരിധിക്കുള്ളിൽ തന്നെയാണ്, മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉപഭോക്താവ് എന്തിലാകുന്നു, സന്തുലിതാവസ്ഥയിലാണ്. ഇനി അവിടെ നിന്ന് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റിൽ ഉപഭോക്താവിന്റെ സന്തുലിത ബിന്ദുവിൽ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആയ, ഏതാണ് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പിന് എന്താ പറയുക, പ്രൈസ് റേഷ്യോ. പ്രൈസ് റേഷ്യോ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, -P1/P2. അപ്പോ ഈ സന്തുലിത ബിന്ദു ഇ എന്ന പോയിന്റില് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആയ പ്രൈസ് റേഷ്യോയും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ആയ MRS ഉം, ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ഏതാണ്, MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS. MRS എക്സ്പ്രസ് ചെയ്യുന്നത് Δx2/Δx1. നമ്മൾ പഠിച്ചില്ലേ, ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, Δx2/Δx1.
MRS മീൻസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക്. അപ്പോ ഈ കൺസ്യൂമേഴ്സിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്, ഉപഭോക്താവിന്റെ സന്തുലിത ബിന്ദുവില് ബഡ്ജറ്റ് ലൈനിന്റെ ചരിവായ പ്രൈസ് റേഷ്യോയും -P1/P2 ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പായ MRSഉം ഈക്വൽ ആയിരിക്കും. MRS എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അറ്റ് ദ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ അറ്റ് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ്, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ പ്രൈസ് റേഷ്യോ ആൻഡ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് MRS വിൽ ബി ഈക്വൽ. രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടും അവിടെ തുല്യമായി. അതുകൂടി ഓർത്തിരിക്കണം. ഒരു മാർക്കിനൊക്കെ ചോദിക്കും, ഏത് പോയിന്റിലാണ് ഈ ടാൻജൻസി പോയിന്റിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ ബഡ്ജറ്റ് ലൈനും പിന്നെ ഇൻഡിഫറൻസ് കർവും കൂടി ടാൻജന്റ് ആകുന്ന പോയിന്റിൽ, അല്ലെങ്കിൽ ഏത് പോയിന്റിൽ? ഇക്വിലിബ്രിയം പോയിന്റിൽ. അങ്ങനെ പറഞ്ഞൂടെ? ഇക്വിലിബ്രിയം പോയിന്റിൽ ബഡ്ജറ്റ് ലൈനിന്റെ ചരിവായ പ്രൈസ് റേഷ്യോയും ഇൻഡിഫറൻസ് കർവിന്റെ ചരിവായ MRSഉം തമ്മിൽ ഈക്വൽ ആയിരിക്കും. രണ്ടിന്റെയും വാല്യൂസ് അവിടെ തുല്യമായിട്ട്. ഇത്രയുമാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും കൂടി ചേർന്ന് വരുന്ന ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മൾ ഏത് പാർട്ട് കഴിഞ്ഞു? ഈ ഇൻഡിഫറൻസ് കർവിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി അതിനകത്ത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഡിമാൻഡിനെ കുറിച്ചാണ്. ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ ആ ചാപ്റ്റർ നമുക്ക് കഴിയാതെ നമ്മൾ പഠിക്കുന്നത് ഡിമാൻഡിനെ കുറിച്ചാണ്. നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പഠിച്ചു. അടുത്ത ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ഡിമാൻഡ്. ഡിമാൻഡിന്റെ മലയാളം മീനിങ് ചോദനം എന്ന് പറയും. ചോദനം. ഡിമാൻഡ് മീൻസ് ചോദനം. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ചില സാധനങ്ങളുടെ കാര്യത്തിൽ എന്താണ്, ഭയങ്കര ഡിമാൻഡാണ് സാധനങ്ങൾ, ചില സാധനങ്ങൾക്ക് ഡിമാൻഡ് കുറവാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വളരെ വലിയ ഇക്കണോമിക്സിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിമാൻഡ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് എപ്പോഴും എന്ത് പറയുക? ഡിമാൻഡ് അഥവാ ചോദനം പറയുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിമാൻഡ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്. ഒരു സാധനം നമ്മൾ എപ്പോഴാണ് ഡിമാൻഡ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ ചില സാധനങ്ങൾ എന്താണ്, നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും എന്ന് വെച്ചാൽ പണം കൊടുത്ത് കൂടുതൽ വാങ്ങും ചില സമയത്ത്. ചില സാധനങ്ങൾ കുറച്ച് മാത്രം വാങ്ങും. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഡിമാൻഡ് ഈസ് എ ഡിസൈർ. ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആഗ്രഹമാണ്. ബാക്ക്ഡ് ബൈ, അതിനെ ബാക്കപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു. എബിലിറ്റി, കഴിവ്. ആൻഡ് വില്ലിങ്നെസ്, മനസ്സ്. അപ്പോൾ ഡിമാൻഡ് ഈസ് എ ഡിസൈർ. ഡിമാൻഡ് എന്താണ്? ഒരു ആഗ്രഹമാണ്. അതിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ്, കഴിവും മനസ്സും അതിനെ പിന്തുണയ്ക്കും. എന്തിനു വേണ്ടി? ടു പേ ഫോർ എ തിങ്. ഒരു തിങ് മീൻസ് ഒരു വസ്തു, ഒരു സാധനം പേ ചെയ്യും. ഒരു സാധനത്തിന് പണം കൊടുത്തു വാങ്ങാൻ കഴിവും മനസ്സും തമ്മിൽ സംയോജിച്ച ആഗ്രഹത്തെയാണ് എന്ന് പറയുന്നത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണില്ല. ഇപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ ഇറ്റ്. അതായത് ഒരു സാധനം നമ്മൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ മീൻസ് വാങ്ങണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് എബിലിറ്റി വേണം. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ്, മീൻസ് പണം വേണം. പണം വേണ്ടേ? അല്ലാതെ കടക്കാരൻ്റെ മുമ്പിൽ പോയി ചിരിച്ചു കാണിച്ചാൽ സാധനം കിട്ടുമോ? ഇല്ല, പണം വേണം. മറ്റൊന്ന് വില്ലിങ്നെസ്, മനസ്സ് വേണം. വേണ്ടേ? താല്പര്യമുണ്ടാകണം, മനസ്സ് വേണം. അപ്പൊ നമുക്കൊക്കെ എന്താണ്, സാധനങ്ങൾ വേണം, വാങ്ങണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട്, മനസ്സുണ്ട്, പക്ഷെ എന്തില്ല? പണമില്ല. ബോയ്സിനെ സംബന്ധിച്ച് NS ബൈക്ക് വാങ്ങണം, അതുപോലെ ഐഫോൺ വാങ്ങണം എന്നൊക്കെ ഭയങ്കരമായ താല്പര്യമുള്ളവർ കാണും. അല്ലെങ്കിൽ കൂടിയ മൊബൈൽ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ വാങ്ങാൻ പറ്റില്ല. കാര്യം എന്ത്? എബിലിറ്റി ഇല്ല. വില്ലിങ്നെസ് ഉണ്ട്, മനസ്സുണ്ട്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് എന്ത്? അവർക്ക് എബിലിറ്റി കാണും, പൈസ കാണും, പക്ഷെ അവർക്ക് മനസ്സ് കാണില്ല, വില്ലിങ്നെസ് ഉണ്ടാവുകയില്ല.
അപ്പൊ ഈ എബിലിറ്റിയും വില്ലിങ്നെസ്സും കൂടി ചേർന്ന് വന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുകയുള്ളൂ? ഡിമാൻഡ്. അതായത് നമ്മുടെ കഴിവും പണവും അതുപോലെ മനസ്സും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സാധനം എന്ത് ചെയ്യാൻ പറ്റൂ? ഡിമാൻഡ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈസ് എ ഡിസയർ, ഒരു ആഗ്രഹമാണ്. ബാക്ക്ഡ് ബൈ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ്. എന്തിനു വേണ്ടി? ടു പേ ഫോർ എ തിങ്. അപ്പൊ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം പണം കൊടുത്ത് വാങ്ങുന്നതിന് ആഗ്രഹവും അല്ലെങ്കിൽ താല്പര്യവും കഴിവും സമ്മേളിച്ച ആഗ്രഹത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇതാണ്: ഡിമാൻഡ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ തിങ്. ഇതാണ് ഡിമാൻഡിന്റെ ഡെഫിനിഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിമാൻഡുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് ആണ്. അതായത് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്. ഡിമാൻഡ് നമുക്ക് ലീഡ് ചെയ്യാന്ന് ചുരുക്കിയത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ്, ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്. അപ്പൊ ചിലപ്പോൾ നമുക്കറിയാം ചില സാധനങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങും, ചില അവസരങ്ങൾ. ചില സമയത്ത് അതേ സാധനങ്ങൾ തന്നെ എന്താണ് കുറച്ച് വാങ്ങാറുണ്ട്, ഇല്ലേ? ചില സീസൺസിലൊക്കെ ഇപ്പോൾ നമുക്ക് വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലോ മറ്റോ ഒക്കെ പോകുമ്പോൾ അറിയാം ചില സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാറുണ്ട്. ഇപ്പൊ സവാളയ്ക്കൊക്കെ ഇപ്പൊ എന്താണ് വില കുറവ്. അപ്പൊ നമ്മളെ വീട്ടുകാർ സാധനം വാങ്ങുമ്പോൾ ആ സാധനം കൂടുതൽ വാങ്ങാൻ പോകും, അല്ലേ? നേരത്തെ നമ്മൾ 1 കിലോ വാങ്ങിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പൊ 2, 3 ഒക്കെ കിലോ വാങ്ങാൻ ശ്രമിക്കും. അപ്പൊ അവിടെ ഡിമാൻഡ് എന്താണ്? നേരത്തെക്കാൾ ഡിമാൻഡ്, ആ ഉൽപ്പന്നത്തിന്റെ കാര്യത്തിൽ ഡിമാൻഡ് കൂടുതലാണ്. ഇതുപോലെ ചില അവസരങ്ങളിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന സാധനം, ഈ സവാളയുടെ ആണെങ്കിൽ ചില സീസൺസിൽ ഡിമാൻഡ് കുറവായിരിക്കും. അതുപോലെ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ, അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എല്ലാം അങ്ങനെ സംഭവിക്കും. അതുപോലെ മൊബൈലിന്റെ കാര്യമാണെങ്കിലും മറ്റ് ഇലക്ട്രോണിക്സ് പ്രോഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും ചില അവസരങ്ങളിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ അതിനർത്ഥം ഈ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ വാങ്ങണമോ കുറച്ച് വാങ്ങണമോ എന്ന് നമ്മളെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങൾ. അതിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ചോദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും 4 എണ്ണമാണ് ഉള്ളത്. നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 എണ്ണമാണ്. അതിനേക്കാൾ വേറെയും ഘടകങ്ങളുണ്ട്. നമുക്ക് പഠിക്കേണ്ട 4 എണ്ണം. ഒന്ന്, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ വില. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, സാധനത്തിന്റെ വില ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. 2, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഉപഭോക്താവിന്റെ വരുമാനം. ഉപഭോക്താവിന്റെ വരുമാനം. 3, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതായത് ബന്ധപ്പെട്ട സാധനങ്ങളുടെ വില. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. മറ്റൊന്ന്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. അപ്പൊ ഇത് 4 എണ്ണമാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. 1, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. 2, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. 3, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. വേറെയും ക്ലൈമറ്റും അതുപോലെ ഗവൺമെന്റ് പോളിസി ഒക്കെ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് പറയാം. ഇതാണ് പ്രധാനമായും 4 പോയിന്റ്സ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഒന്നുകൂടി പറയാം. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് വെച്ചാൽ ഉൽപ്പന്നത്തിന്റെ, സാധനത്തിന്റെ വില. ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ വരുമാനം. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള സാധനങ്ങളുടെ വില. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന്റെ അഭിരുചിയും താല്പര്യവും. അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന്